ഹായ് ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ക്രിയേറ്റീവ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ച് ചെയ്യാനായിട്ട് വേണ്ടി. അതെന്താന്ന് വെച്ചാൽ ഒരെണ്ണം ക്രാഫ്റ്റ് ആണ്, ഒരെണ്ണം ഫുഡ് ഹാക്ക് ആണ്. എന്റെ നീസ് ഉണ്ട് മറിയത്തിന് കൊടുത്ത് അവള് ഈ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം അവൾ എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു നമുക്ക് സ്ലൈം ഉണ്ടാക്കിയാലോ എന്ന് വെച്ചു. എനിക്ക് സ്ലൈം എന്താണെന്നറിയാം. എന്നിട്ട് ഞങ്ങള് അന്ന് അവൾക്ക് വേണ്ടി സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ട് ഷേവിംഗ് ക്രീം ഒക്കെ ഇട്ട് നിറച്ച് തീർത്ത് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഫ്ലോപ്പ് ആയിപ്പോയിരുന്നു. എന്നിട്ട് റീസെന്റ് ഇപ്പൊ എനിക്ക് ഈയിടെയായിട്ട് ഇച്ചിരി ഒരു ആഗ്രഹം എന്നാൽ ഒരു വട്ടം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ചോണ്ട് അപ്പം ഒരെണ്ണം ഞങ്ങൾ സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നതാണ്. വേറെ ഒരു ഫുഡ് ആക്കാണ്. ഈ വിപ്പിംഗ് ക്രീമും കൊണ്ട് ഈ ബോട്ടിലിനകത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഹാഫ് എടുത്തു കഴിഞ്ഞിട്ട് അതിങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ബട്ടർ ഉണ്ടാക്കാൻ പറ്റും. വിപ്പിംഗ് ക്രീം അല്ലല്ലോ അത്. വിപ്പിംഗ് ക്രീം ഫുൾ 35% ഫാറ്റ് ഉള്ള ക്രീം, അതാണ് അവർ പറഞ്ഞത്. അപ്പം ഈ സംഭവം നമ്മളിങ്ങനെ പകുതി ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കുലുക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു 10 മിനിറ്റിൽ 15 മിനിറ്റിൽ നമുക്കിവിടെ ബട്ടർ കിട്ടും. അപ്പം അത് ഞാൻ കുറെ ഹാക്സിനാണ് ഞാൻ നോക്കി നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന്. അപ്പോൾ ജോസിന്റെ കാലാണ് വയ്യാതിരിക്കുക, കൈക്ക് പ്രശ്നമില്ല. എനിക്ക് ഇങ്ങനെ കുറെ നേരം കുലുക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ജോസിന്റെ കൂട്ടിൽ. എങ്ങനെയാണ് എന്റെ ഐഡിയ? അപ്പൊ തനിക്ക് ആദ്യം ബട്ടർ ഉണ്ടാക്കണോ സ്ലൈം ഉണ്ടാക്കണോ? ഓക്കെ, സോ ഇതിന് നമ്മൾ വെറും ഒരു ഗ്ലാസ് ജാർ എടുത്തിരിക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ 35% ഫാറ്റ് ഉള്ള ഫുൾ ഫാറ്റ് ക്രീമാണ്. അപ്പം അവര് ഇങ്ങനെ ഫുൾ ഫാറ്റ് ക്രീം പകുതി വരെ ഒഴിക്കും. പകുതി ആയോ? എന്നിട്ട് ഇത് അടച്ചിട്ട് ഇങ്ങനെ 15 മിനിറ്റ് ഇങ്ങനെ കുലുക്കണം. അപ്പൊ കുലുക്കി വരുമ്പോഴത്തേക്കും ഇതിന്റെ തിക്നെസ് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ബട്ടർ കിട്ടും. അപ്പൊ ഇത് കുറെ നേരം എനിക്ക് കുലുക്കിക്കൊണ്ടിരിക്കാൻ വല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജോസിനെ എടുത്തിരിക്കുന്നത്. എനിക്ക് കുലുക്കി സഹായിച്ചത്. പക്ഷെ ഇതിന് അടുപ്പും പിടിക്കണം, നിർത്താനും പാടില്ല. ചില പണിഷ്മെന്റ് കിട്ടിയ പോലെ ഉണ്ട്. അതിന്റെ കൺസിസ്റ്റൻസിയിൽ ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ഓക്കെ, എന്നാൽ സ്ലൈം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ ആദ്യം ഒഴിക്കാൻ പോകുന്നത് ക്ലിയർ ഗ്ലൂ. ഒരു നോർമൽ പാത്രം എടുത്തു, അതിനകത്തോട്ട് മറിയത്തിന്റെ പാത്രമോ? ഓക്കെ, ഇല്ല താനിത് ഒഴിക്കും, അതൊഴിക്കും. അത് തുറന്നിട്ടിരിക്കുക. എന്റെ സംശയം വിപ്പിംഗ് ക്രീം ആയി മാറുമെന്ന്. പക്ഷെ ഇപ്പൊ ശബ്ദം മാറുന്നില്ലേ? തിക്കോ? ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കണം. മതി. എന്നിട്ട് ഇതിനി ഇളക്കാം. മണമുണ്ടോ? ആണോ? ഇത് പെർഫ്യൂംഡാണോ? ഇനി അതിൻ്റെ അകത്തോട്ട് ഒരു പാക്കറ്റ് സോഡാപ്പൊടി ഇടാം. അറിയില്ല. ഇനി എനിക്ക് ഇഷ്ടമുള്ള കളർ അതിനകത്തോട്ടാക്കാം. എനിക്കും വരുന്നില്ലല്ലോ. അലക്കിയ ഇനി അതിനകത്തോട്ട് ഈ സൊല്യൂഷൻ ലെൻസ് സൊല്യൂഷൻ ഇത് താൻ ഒഴിച്ച് ഇളക്കി വരുമ്പോഴത്തേക്കും അറിയാൻ പറ്റും കോടലപ്പാവത്. നടക്കാവോ? കോടലാവുന്നുണ്ടോ അത്?
ആക്ച്വലി അത് കേട്ടില്ലാവുന്നല്ലേ? ഓ മൈ ഗോഡ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് സക്സസ്ഫുൾ സ്ലൈം എവർ. ഞങ്ങൾ ആ മറ്റേ സ്ലൈമിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടായിരുന്നെന്നറിയാം. ഫോമൊക്കെ ഇട്ടിട്ട് അത് ഫ്ലോപ്പ് ആയിരുന്നു. സോ കൂൾ. കുഞ്ഞുമുറി ഇത് കാണുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അയ്യോ എൻ്റെ ബട്ടർ. എക്സൈറ്റഡ് അല്ലേ? ഇത് മറ്റേ സവർ സ്ട്രിപ്സ് ഇല്ലേ, അതേപോലെ അല്ലേ? ഇന്ത്യയിൽ നമ്മളത് ആമസോണിൽ സ്ലൈം ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സ്ലൈം ആയിട്ടാണ്. ഇപ്പൊ കറക്റ്റായി കണ്ടോ? എടാ ഇത് വിപ്പിംഗ് ക്രീമായി മാറിയോ? വിപ്പ് ക്രീമായി മാറിയോ? തിരാമിസു ഉണ്ടാക്കാം. എന്നാ പറഞ്ഞാലും തിരാമിസു. ഇപ്പോഴാണ് ശരിക്കും അല്ലേ? ഇതാ ഞാൻ മറ്റേ വീഡിയോയിൽ കാണുന്നത്. അവരിങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞില്ലേ? ഇല്ല, അത് കുലുക്കണം. നീ കുലുക്കാൻ പറ്റില്ല. ഇനി എവിടെ നിന്ന് കുലുക്കാനാ? ഗ്യാപ്പ് ഉണ്ടടാ. അത് ഇങ്ങനെ ആയി വിപ്പ് ക്രീം ആയി കഴിഞ്ഞിട്ട് അത് ബട്ടർ ആണ്. ട്രസ്റ്റ് മീ. അവർ പറഞ്ഞു നമ്മുടെ കൈ ഒടിയും അത് ചെയ്ത് ചെയ്ത്. ബട്ടർ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമല്ലേ? സോ കൂൾ. എക്സാക്ട്ലി. നോക്ക്, അത് ബട്ടർ മിൽക്ക് ആയി. കണ്ടോ? ദാറ്റ്സ് ബട്ടർ. That's butter. That ആ കട്ട ഇരിക്കുന്ന ബട്ടർ, ആ സൈഡിൽ കിടക്കുന്ന ബട്ടർ മിൽക്കും നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്, ബട്ടർ ആൻഡ് ബട്ടർ മിൽക്ക് രണ്ടും സെപ്പറേറ്റ് ആവും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബട്ടർ. വിശ്വാസമായ ഇപ്പം? Isn't it so cool? Can you ഒരു പാത്രം കൊണ്ടുവന്നിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്യുമോ, ബട്ടർ ആൻഡ് ബട്ടർ മിൽക്ക്? അരിപ്പ എടുക്കണം. So excited, I am excited. La 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 la. I am excited. This is so cool. This is so cool. എനിക്ക് അതിനെ കുറെ നേരം സ്ട്രെച്ച് ചെയ്യണം തോന്നുന്നു. ആ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചോണ്ടാണ് ഈ വീഡിയോക്കകത്തൊക്കെ അവർ കാണിക്കുന്നത്. കണ്ട ഞാൻ പറഞ്ഞല്ല സോറി, ഒരു വീഡിയോക്കകത്ത് പുള്ളിക്കാരി കാണിച്ചത് അതായിരുന്നു ബട്ടർ മിൽക്ക്. ഇതാണ് റിയൽ ബട്ടർ. Are you impressed? Yes, a little bit. Little bit? തനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു അല്ലേ ഇത് സക്സസ് ആവുന്നു? Very impressed. ഓക്കെ, അതിന് വെള്ളം ഒഴിക്കില്ല. എന്നിട്ട് ഇത് കോൾഡ് വാട്ടറിനകത്ത് കഴുകണമെന്നാണ് പറയുന്നത്. എന്നാലും അതിൻ്റെ അകത്ത് ആ ബട്ടർ മിൽക്ക് മൊത്തം കൊടുക്കണ്ടോ? ഇപ്പോഴും ബട്ടർ മിൽക്ക് ഉണ്ട്. ആ ബട്ടർ മിൽക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പം തണുത്ത വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കഴുകുമ്പോൾ നമുക്ക് സോളിഡ്സ് കിട്ടും. അതല്ലേ പറഞ്ഞേ, ദിസ് ഇസ് എ ഹാക്ക്. അല്ലെങ്കിൽ പൊതുവേ അവരെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ വിപ്പ് ക്രീം എടുത്തിട്ട് ഇങ്ങനെ വിപ്പ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഇങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റും. ബട്ടർ ഇസ് റെഡി. So this was my making butter with a heavy cream and just a bottle hack, which was a hit. പിന്നെ നമ്മൾ സ്ലൈം ഉണ്ടാക്കി. ഇത് ഹിറ്റല്ലേ? ഇത് ശരിക്കും ആയില്ലേ? എന്നാ പറഞ്ഞേ? ആക്ച്വലി അടിപൊളിയാണ്. അതെ, ഒരാളിവിടെ ആദ്യമേ കുറെ പുച്ഛിച്ചതാ. ഇപ്പം ഫ്രഷ് ബട്ടർ ഇങ്ങനെ ബ്രെഡിലുമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഫ്ലേവർ എങ്ങനെയുണ്ട്? എക്സാക്ട് നല്ല ക്രീമി ടേസ്റ്റ് ഉണ്ടോ? സോ ഇന്നത്തെ 2 എക്സ്പെരിമെൻറ്റ് വാസ് എ സക്സസ്. ഇനിയും കുറേ ഇങ്ങനത്തെ ലൈഫ് ഹാക്ക്, ഫുഡ് ഹാക്ക് അല്ലെങ്കിൽ ക്രാഫ്റ്റ്സ്, ഫൺ ആക്ടിവിറ്റീസ് ആയിട്ട് ഞാൻ കുറേ വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ ഇനിയും പോയി തപ്പട്ടെ വല്ലതും ഫൺ വീഡിയോസ് വല്ലതും ഉണ്ടെങ്കിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിതൊരു റെഗുലർ സീരീസ് ആയിട്ട് ചെയ്യാം. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കെന്താ വെച്ചാൽ ഇപ്പോൾ പൊട്ടി പോയി. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഇച്ചിരി കൂടെ ഈ സൊല്യൂഷൻ ഇടണം. അപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആവും. സോ
ലെറ്റ് മീ ഹാവ് ഫൺ. ജോസ് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സോ ലെറ്റ് മീ ഹാവ് ഫൺ വിത്ത് മൈ സ്ലൈം. So this is my cute mini chocolate cake. പെട്ടെന്ന് ഇന്നിപ്പം ബട്ടറും കിട്ടി, കുറേ ബട്ടർ മിൽക്ക് കൊണ്ടുവന്നു. അപ്പോൾ എനിക്കത് വേസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ അത് പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം. ടേൺഡ് ഔട്ട് ഗുഡ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഞാൻ ജോസിൻ്റെ അടുത്ത് പോയി കാണിച്ചു നോക്കട്ടെ, അവൻ്റെ എക്സ്പ്രഷനും കൂടെ നോക്കാം. ഞാൻ ചോക്കോ ലാവ കേക്ക് ഉണ്ടാക്കി. യെസ് ഐ വിൽ. Do you like it? A thumbs up? Oh, എന്നാ രസാ കാണാൻ. Gooey, softy. Let me know if you like it. Though it's not as good as yours. It's not it. Mogli wait. Nice? Very soft. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇത് നല്ല സ്പഞ്ചാണ്. എനിക്ക് വെട്ടത്തിൽ കാണിക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഇരുട്ടി. അതാണ് ഓക്കെ. സച്ച് an amazing fudgy soft dense cake. It's amazing. ഞാൻ എൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. സോ എനിക്കും ഇത് ഓർത്ത് വെക്കാമല്ലോ നെക്സ്റ്റ് ടൈമിലേക്ക്. സോ ഹാപ്പി. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കുറേ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ അവിടെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.